എന്താണ് ഇത്തരം ഒരു മാറ്റം സംഭവിച്ചത്? വലിയൊരു ആരോപണം അല്ലെ? അതിക്രമം മറ്റാണ്. അല്ല, അതിപ്പോൾ നമുക്ക് പറയാം. അല്ലെങ്കിൽ പലരും ചോദിച്ചു എന്നോട് എന്ത് വന്ന് പെട്ടെന്ന് തുറന്നു പറഞ്ഞില്ല. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എന്റെ ഭഗവാനെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എൻ്റെ കലാജീവിതത്തിലോ വ്യക്തിപരമായ രീതിയിലോ എനിക്ക് യാതൊരുവിധ ഇത്തരം ആരോപണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവരും വളരെ സൗഹാർദ്ദപരമായി വളരെ രസിച്ചും കളിച്ചും തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് ശരിയാ. അവരിപ്പോൾ മാറ്റി നിർത്തിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണ വിധേയരായ മാറ്റി നിർത്തുക, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാന്നുള്ള തീരുമാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. പോയിന്റിലോട്ട് വരാം. നേരത്തെ വന്ന കാര്യം ഞാൻ പറയാം. എന്തുകൊണ്ട് താമസിച്ചു? ഒരു ലൈംഗിക അതിക്രമം എന്ന പേരിൽ ആര് കൊടുത്താലും അറസ്റ്റാണ്, FIR ഇടും. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും വർഷത്തെ ഒരു എൻ്റെ കലാജീവിതത്തിനിടയിൽ ഫസ്റ്റ് ടൈമിൽ ഇത് വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. ഞാൻ മാത്രമല്ല, കുടുംബം പേടിക്കില്ലേ? എനിക്കൊരു മകളുണ്ട്, ഈ കൊടുത്തൊരു സ്ത്രീയാണെന്നറിയാം. അപ്പോൾ എൻ്റെ ഭാര്യ സ്ത്രീയല്ലേ, മോള് സ്ത്രീയല്ലേ, അമ്മ, സഹോദരിമാർ, പിന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ എത്രയോ സ്ത്രീ പുരുഷന്മാരുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ? ഇതിന് മാത്രം എന്ത് തെറ്റായിട്ടാണ് ഞാൻ ചെയ്തത്? പിന്നെ ധൈര്യം എന്താണ്? അങ്ങനെ സംഭവം ഇല്ല, എനിക്കറിയാം. പക്ഷെ എനിക്ക് ഞാനിപ്പോൾ അലിയെടുത്ത് പറയണം, എനിക്ക് ഇങ്ങനൊരു സംഭവം ഇല്ല. ഡാലി വിശ്വസിക്കോ? എന്തൊക്കെയാ നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. ഇല്ല. അപ്പം അത് നമ്മൾ നിയമത്തിൻ്റെ വഴിയെ പോകണം. അപ്പം നിയമം അനുശാസിക്കുന്ന രീതിയിലും പറയുന്ന രീതിയിലും എനിക്ക് ജുഡീഷ്യലിൽ വിശ്വാസം ഉള്ളത് കൊണ്ട് അവർ പറയുന്ന പോലെ എനിക്ക് കേൾക്കാൻ പറ്റൂ. താൻ എന്താ ഈ വളഞ്ഞു കൊണ്ടുവരണേ? പറയടോ. ആരെ ധരിപ്പിക്കാനാണ്? ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട്, അവർ വിചാരിക്കും അയ്യോ ബീച്ചേട്ടാ എന്തുകൊണ്ട് പറയാ, ഇല്ല ഇയാൾ ഇങ്ങനെ ചെയ്യൂ, ബീച്ചേട്ടാന്ന് പറയില്ല, ബാലു ഇങ്ങനെ ചെയ്യുമെന്ന്. അവര് ക്യാരക്ടർ പറയുള്ളൂ. അപ്പം എന്തേനു ഏവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. എനിക്കിത് ഏറ്റയ്ക്കുന്നത് ബാലുവിനല്ല, ബിജു സോപാനത്തിനാണ് ഏറ്റത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ആ ബുദ്ധിപൂർവമായി ഈ ആവശ്യമില്ലാതെ വായിട്ട് അലയ്ക്കാതെ നിയമോപദേശം തേടുകയും എന്താണ് ചെയ്യേണ്ടത് കൃത്യമായ ഗൈഡൻസ് എനിക്ക് ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കാറുള്ളത്. ലോകപ്രസിദ്ധനാ തനി രാവണൻ, 10 തലയായവന്. എന്റെ വേളാങ്കണ്ണി മാതാവേ, എല്ലാ പ്രാർത്ഥനയ്ക്കും നേർച്ചകൾക്കും ഒരു ഉത്തരം കിട്ടും. ഇപ്പം സംസാരിക്കാൻ എനിക്ക് സമയമായി, ഇതിനെപ്പറ്റി സംസാരിക്കാം, അതിന് പരിധിയുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക അതിക്രമം. അപ്പം നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലോ, എത്ര മിനിറ്റ് ചടച്ചു നോക്കിയാലോ, കൈ ഓങ്ങിയാലോ ഒക്കെ ലൈംഗിക അതിക്രമമാണല്ലോ. അത് ശരിയാ. പക്ഷേ ഈ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് കേസ്. അപ്പോൾ ഞാനിതൊക്കെ കണ്ട് നമ്മളെ ദിനത്തിലെ ഇന്നസെൻ്റ് പോലെ ഇങ്ങനെ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ധൈര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതാണ്. കാരണം ഈ വീഡിയോ മൊബൈൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ കൈമാറി. അവരത് എൻ്റെ അകത്ത് നോക്കട്ടെ. ഡിലീറ്റ് ചെയ്താലും കണ്ടുപിടിക്കാം. ഡിലീറ്റ് എന്ത് ചെയ്താലും കണ്ടുപിടിക്കാം. അപ്പം അത് വരട്ടെ. അപ്പം അതിനോട് സമയം എനിക്ക് തരണം. എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല, അതോർത്ത് വിഷമിക്കണ്ട. ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഇത് ചെയ്തതാണോ, വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്തതാണോ, അതോ ഇനി ആരെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിച്ചതാണോ? ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലർ അന്തം വിട്ട എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തതാണോ ഒന്നും അറിയില്ല. ഇനി അതുമ്പോ കയറി കിടന്ന് തൂങ്ങിയിട്ട് ഗാന്ധിജി ഒന്നും വന്നിക്കണ്ട. ഇതവൻ കൊണ്ടുപോയിട്ടാ എഡ്യൂക്കേഷൻ. പക്ഷെ ഇത് നമ്മൾ നിയമപരമായിട്ട് നേരിട്ടല്ലേ പറ്റൂ. തീർച്ചയായിട്ടും. കാരണം എൻ്റെ കരിയർ നശിപ്പിക്കുന്ന വിധത്തിലാണ്. ആരും ബുദ്ധിയില്ലാത്തവരൊന്നുമല്ലല്ലോ, അറിയാമല്ലോ എൻ്റെ കോൺസിക്വൻസ് എന്താവും നന്നായിട്ട് അറിയാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്താവും. നിന്റെ ചാട്ടം എങ്ങോട്ടാണ് നീ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. കുറച്ചു കാലത്തേക്കെങ്കിലും അവർക്ക് തന്നെ അറിയാം. എല്ലാ കാലത്തേക്കും പെട്ടില്ല, കാരണം എൻ്റെ സത്യാവസ്ഥ അവർക്കറിയാം. അപ്പം അവരെ
കൊടുത്ത ആളിൻ്റെ മനസ്സാക്ഷിയോട് ചോദിക്കണം, ഞാൻ എന്ത് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് അവരെ മനസ്സാക്ഷിയോട് ചോദിക്കണം. ഞാൻ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസമായിന്നറിയോ? നീ ഒരുത്തിയണ്ടി കാരണം. ഞാൻ എന്ത് ചെയ്തു അമ്മച്ചി പറയുന്നേ? നീ ഒന്നും ചെയ്തില്ലേ? ആട്ടിന്റെ കാലിന്റെ മുട്ടി ഞാൻ ഓടി. അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരട്ടെ. അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയാൻ പറ്റില്ല, ഇല്ല ഞാൻ മറവിളി കൂട്ടി വിളിച്ച് പറയാം അയ്യോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ആരും വിശ്വസിക്കത്തില്ല. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ വിശ്വസിക്കും എപ്പോഴെന്നറിയാമോ? ഈ കേസ് ലൈംഗിക അതിക്രമം എന്നുള്ള കേസ് കോടതി വഴി തെളിയുമ്പോഴും ഈ അവർ പറയുന്നത് ഇത് മൊബൈൽ ഷൂട്ട് ചെയ്യുന്ന ആ മൊബൈൽ വരുമ്പോഴും കറക്റ്റായി തെളിഞ്ഞിരിക്കും. മനുഷ്യന് അസൂയ പാടില്ല. അനുലൂട്ടി നന്നായി പോയത് അവന് സഹിച്ചില്ല. കാന്താരിയല്ലേ കാന്താരി. എന്നാ എന്ത് ഫ്രാഡ് പണി കാണിച്ചാലും വേണ്ടില്ല, അനുലൂട്ടിയെ കടത്തി വെട്ടണമെന്ന് വാശി. അതിനുവേണ്ടി ഒപ്പിച്ചെടുത്ത ഈ സെറ്റപ്പ്